എൻ്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ പൊന്നു മോൻ വെള്ളം. എന്നാൽ ഉമ്മ ചെല്ല്, മോൻ വലിയ ധീര കാര്യം ചെയ്തിട്ടല്ലേ ജയിലിൽ പോയി കിടക്കുന്നത്. വെള്ളമല്ല, കുറച്ച് പാല് കൊടുന്ന് കൊടുത്താലോ പഞ്ചസാര കലക്കി. അത്രമേലെ ആവശ്യമായി എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തല്ലേ അടിച്ച് പൊട്ടിച്ചിരുന്നു. എടാ, കുഞ്ഞിൻ്റെ കഴുത്തല്ലേ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. 1.5 വയസ്സുള്ളൊരു കുട്ടീൻ്റെ മേത് 91 മുറിവാണ് ഉണ്ടായിരുന്നത്. അത് മോൻ ഉമ്മ വെച്ചിട്ടായതല്ല, മോൻ സിഗരറ്റ് വലിച്ചും അല്ലാണ്ടും ഒക്കെ ദ്രോഹിച്ചതാ. അതിൻ്റെ ആ ചെറിയ ഒരു 1.5 വയസ്സുള്ള കുട്ടീൻ്റെ ജനനേന്ദ്രിയത്തിൽ ആയത്തിലുള്ള മുറിവുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ പൊന്നുമോൻ്റെ കഴുത്ത് പൊട്ടിച്ച് ഇന്ന് വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു വീഡിയോ, ഈ താഴെ കാണുന്ന വീഡിയോ കണ്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷം ഉണ്ടല്ലോ. കാരണം അവന് നടക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര സന്തോഷം തോന്നി. അടുത്തത് കേൾക്കാം. കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസറമ്മൽ വലിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ കൊച്ചിനെ അടിക്കുന്നു, എറിയുന്നു, മൂക്കിലിടിക്കുന്നു. അച്ചോടാ, കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസുകാർ കൊണ്ടുപോയോ? നാട്ടുകാർ ഇടിച്ചോ? ഇന്നേ ആ പൊന്നുമോൻ കിടക്കുന്നത് മണ്ണിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. അത് വെറുതെ ടൂർ പോയതല്ല, മണ്ണിൻ്റെ അടിയിലോട്ട് മരിച്ചു പോയതാ. മരിച്ചതല്ല, കൊന്നതാ നിങ്ങളുടെ മോൻ. നേരെ ചൊവ്വേ മോനെ വളർത്തിയിരുന്നെങ്കിലും അല്ല ഈ അവസ്ഥ വരുമോ? ആ പൊന്നു മോൻ ഈ അവസ്ഥ വരുമോ? നിങ്ങൾ ഈ വൃത്തികെട്ട മോൻ ഈ അവസ്ഥ വരുമോ? അത് വരും. കാരണം ഇതിന് മുമ്പ് ഒരു പെൺകുട്ടിൻ്റെ ജീവിതം തകർത്ത് അതിന് കാലാകാലം ഒരു ജീവശവം പോലെ ഇട്ടിട്ടുണ്ടല്ലോ ബെഡിൽ, അല്ലേ? എന്നിട്ടും മോന് വേണ്ടി ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന പൊന്നുമ്മ. എൻ്റെ മോൻ്റെ കഴുത്ത് എന്നെ കൊണ്ട് പറയിക്കണ്ട.